ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യാൻ പോണേ കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് 2 ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ ലൈനിൽ കുത്തിയിട്ടാണ് നമ്മൾ ചെയ്ത് തുടങ്ങണേ കേട്ടോ. ഇതൊരു ക്രോസ് പോലെ വരുന്ന സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുത്തിയെടുത്ത പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ വരയിലേക്ക് കുറച്ച് നീക്കിയിട്ട് കുത്തിയിട്ട് അടിയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് അത് വലിച്ചെടുത്തതിന് ശേഷം മുകളിലത്തെ ലൈനിലേക്ക് ഇതുപോലെ തന്നെ കുറച്ച് നീക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടിയിലേക്ക് കുറച്ച് നീക്കിയിട്ട് കുത്തിയെടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് സൂചി വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വരും കേട്ടോ. റിബോൺ സ്റ്റിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫില്ലിങ് സ്റ്റിച്ചാണ്. പൂക്കളുടെ ഇതളുകൾക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഒരേ ഗ്യാപ്പിൽ തന്നെ കുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വലുതാക്കി കാണിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് ഇനി കാണാം കേട്ടോ. അതേ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പോയിന്റിൽ ഇനി കുത്തി കൊടുത്തിട്ട് അടിയിൽ കെട്ടെടുക്കാൻ പോവാം കേട്ടോ. കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുക. ഇനി നമുക്ക് ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ എംബ്രോയ്ഡറി റിങ്ങിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ വരച്ചിട്ട് ഒരു ലീഫിൻ്റെ മോഡലിലുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മെറൂൺ കളർ നൂല് 3 ഇഴ നൂലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ലീഫായിട്ട് കാണില്ലേ അവിടെയും വരെ അതിൻ്റെ തണ്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും വരെ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ വീഡിയോ ഞാൻ മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. ഇനി നമുക്ക് ഹെറിബോൺ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലൈൻ വരച്ച പോലെയാണ് കേട്ടോ ഇല ഇരിക്കുന്നത്. ഇലയുടെ നടുക്കൊരു ഞരമ്പ് പോലെ ഉണ്ടാവില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് വരെ ഒരു സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ അടിയിൽ രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ വരയിൽ വെച്ച് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് ഹെറിബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഏറ്റവും മുകളിലത്തെ ലൈനിൽ നിന്നാണ് കുത്തിയെടുത്തത് കേട്ടോ. അതിനുശേഷം അടിയിലത്തെ ലൈനിൽ കുറച്ച് നീക്കിയിട്ട് അടിയിലേക്ക് കുത്തിയെടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് അപ്പം തന്നെ കോർത്തെടുത്തിട്ട് ആ നൂല് കറക്റ്റ് മുകളിലത്തെ ലൈനിലേക്ക് കുറച്ച് നീക്കി കുത്തിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലൈൻ കേട്ടോ. ഈ രണ്ടാമത്തെ ലൈനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ചെറിയ സ്റ്റിച്ചായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾക്ക് കറക്റ്റ് വലുപ്പത്തിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. വലുത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഡിസൈൻ അനുസരിച്ച് മാറാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് ഡിസൈൻ വരച്ചു കൊടുത്തത്. അതനുസരിച്ച് എനിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 തട്ടായിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹെറിബോൺ സ്റ്റിച്ച് കേട്ടോ. ഓരോരോ ലീഫ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് അപ്പോൾ അതേ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഹെറിബോൺ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.